ആടാ തടിയ ശരി പറടാ. എന്റെ പണി പാളി. ആ ഹാജിയാർക്ക് എന്നോട് പ്രേമോടാ. നീ എവിടെ ഗെയിം കളിച്ചിരിക്കണ കോപ്പേ? അല്ലാണ്ട് പിന്നെ ഡൂഡ് ഐ ആം സീരിയസ് ഡൂഡ്. ശരി ഞാൻ വിളിക്കാം. പോവാ. Don't laugh മച്ചാ. എന്റെ പുറകെ കൂടിയേക്കണ കാക്കയാണ്, അല്ലാണ്ട് അനുഷ്കയല്ല. എടാ സത്യം പറ, അയല് നിന്നെ വല്ലതും ചെയ്തോ? പിക്കു, ഇയാളെ ആരാന്ന് നിനക്കറിയോ? ഡോൺ. വിളിക്കുമ്പോ ചെന്നില്ലെങ്കിൽ നൈസായിട്ട് കില്ലി തള്ളയും പടി. അയാൾ എന്നെ എന്താ വിളിക്കണെന്നറിയോ നിനക്ക്? മുത്തേന്ന്. അത് നീ കണ്ട് ലോവസ്റ്റ് കിട്ടി നടന്നിട്ടല്ലേ? മച്ചാനെ മുടി കത്തി പിടിക്കുമ്പോ ഷഡ്ഡി ഊരല്ലേ? നിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരാൾക്കേ പറ്റൂ. ആർക്ക്? ഹാജിയാർക്ക് തന്നെ. നമുക്ക് പോയി സംസാരിക്കാം. എന്തായി പോവല്ലേ? സ്ഥലം എവിടെയെന്ന് പറഞ്ഞ? കുണ്ടന്നൂർ. ഹാജിയാരെ ഡീൽ ചെയ്യാൻ പോയ തടിയനെയും കാത്ത് ആ ചെമ്മീൻ കമ്പനിയിൽ ഞാൻ പേടിച്ച് നിന്ന്. പരന്തു കഹാനി മേ ഏക് ട്വിസ്റ്റ് താ. കോഴിക്കോട്ടെ കാക്കാമാരൊക്കെ ഈ മറ്റേ ഇടപാടുകാരാന്ന് വിചാരിച്ചാ? ഈയാണോ ഈ ന്യൂ ജനറേഷൻ? ഞാനല്ല. വേണ്ടാത്തോടത്തേക്കാണല്ലോ എന്റെ ആലോചന. ഞാൻ ഒരു ഡൗട്ട്. ചവിട്ടങ്ങ് വെച്ച് തന്നണ്ടല്ല മോനെ കേമ സണ്ണിക്കുട്ടാ. ഞമ്മക്കിഷ്ടായത് എന്റെ സംഗീത, അല്ലാണ്ട് സംഗതി അല്ല. താജുദ്ദീൻ വടകരയ്ക്കും കൊല്ലം ഷാഫിക്കും ശേഷം പിന്നെ സണ്ണി ജോസ് പ്രകാശ്. നമ്മുടെ പിള്ളേരല്ലേ അത് നമ്മൾ വിട്ടെടുക്കണേ. എന്നാ അന്നെ ഞമ്മക്ക് വിടാൻ കഴിയൂല. എന്താച്ചാ അന്റെ ആ നെയ്ച്ചോറ് അത് ഞമ്മക്ക് പെരുത്ത് പിടിച്ചെടുക്കണം. എന്താച്ചാ അത് ഞമ്മളാ വാക്കാതെ യൂസ് ചെയ്യാറില്ല ഇപ്പൊ. പോയിട്ട് വരി. നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്നു. എന്താ സുഖം.